ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ വ്ളോഗ്സ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഇപ്പോൾ കാനഡയിൽ സമ്മറാണ്. ഇനിയൊരു കഷ്ടി ഒരു 1 month അല്ലെങ്കിൽ ഒരു 2 weeks ഒക്കെ കഴിഞ്ഞാൽ പതുക്കെ തണുപ്പ് തുടങ്ങും. അപ്പോൾ പിന്നെ പുറത്ത് പോക്കൊക്കെ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോകാൻ നോക്കാറുണ്ട്, എസ്പെഷ്യലി ലോങ് വീക്കെൻഡ്സ് അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പം ഇന്ന് ഇതേമാതിരി ഒരു സാറ്റർഡേ ആണ്, അപ്പം നല്ല ക്ലൈമറ്റുമാണ്. അപ്പം നമ്മൾ പുറത്ത് ലോങ് പോകാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈവനിങ് ആയപ്പോൾ വിചാരിച്ചു കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ലൈക്ക് അടുത്തുള്ള ഒരു പാർക്കിൽ പോയി ജസ്റ്റ് ഒരു ഔട്ടിംഗ് എന്നുള്ള രീതിയിൽ. വ്ളോഗ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, ജസ്റ്റ് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വ്ളോഗിനുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഇത് അടുത്ത വ്ളോഗായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 40-45 minutes ഉണ്ട് എഡ്മണ്ടനിൽ നിന്ന് ഈ എൽക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഈ പാർക്കിലേക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായിട്ടാണ്. കാനഡയിൽ ഓൾമോസ്റ്റ് ഇതേമാതിരി എല്ലാ റിസോർട്ട് പാർക്സിലേക്കും പോകണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഇൻഫോ സെൻറ്റർ ഉണ്ട്, അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. അങ്ങനെ ഈ ഇൻഫോ സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഈ പാർക്കിൻ്റെ ഫുൾ ഹിസ്റ്ററി അവിടെ ഡെമോന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു ഏർലി 19th century തൊട്ടിട്ടാണ് കനേഡിയൻ ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുത്ത് ഇതിനെ എൽക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ് കൺസേർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പല ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വൈൽഡ് ലൈഫിൻ്റെയൊക്കെ ഫോസിൽ റിമെയിൻസ് അവർ റിക്കവർ ചെയ്ത് അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൺസ് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ ഇവിടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ വാർഡൻ എന്നുള്ള പോലത്തെ പൊസിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ റെക്കോർഡിക്കൽ ഡോക്യുമെൻ്റാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഇവിടെയുള്ള ഈ വൈൽഡ് ലൈഫിൽ മോസ്റ്റ്ലി ഉള്ളത് ഈ കാണുന്ന ബൈസൺ ആണ്. അത് കൂടാതെ തന്നെ പലതരം വലിയ മാനുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ പാർക്കിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരു ഗേറ്റിൽ കാണിച്ചാലാണ് ഈ പാർക്കിലേക്കുള്ള ആക്സസ് കിട്ടത്തുള്ളൂ. അങ്ങനെ ആ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് പാർക്കിലെത്തി. ഇത് അത്യാവശ്യം വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. ഇത് കുറച്ച് ഏരിയ ഉണ്ട് നടക്കാൻ, കുറേയൊന്നുമില്ല, എന്നാലും ഒരു ലേക്ക്, വലിയൊരു ലേക്ക് ഉണ്ട്. അതായത് കുറേ ലേക്സ് ഉണ്ട് ഈ പാർക്കിൽ. ഇതാണ് ആസ്റ്റോണിൻ ലേക്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് മെജോറിറ്റി ആൾക്കാർ വരുന്നത്. പിന്നെ അത് കൂടാതെ ചെറിയ ചെറിയ കുറേ ലേക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഇവിടേക്കാണ് വരാറ്. അപ്പോൾ ഈവനിങ് കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി കാണാനാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ബാർബിക്യൂ ഗെയിംസ് അതൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ എത്തിയത് ഒരു ബോർഡ് വാക്ക് ട്രെയിലാണ്. നിങ്ങൾ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. അതായത് ഈ കാണുന്ന ലേക്കിൻ്റെ സൈഡിൽ കൂടെ അവർ നടക്കാനുള്ളൊരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അതിൽ കൂടെയൊക്കെ കുറച്ച് നടന്ന് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. പിന്നെ ഈവനിങ് കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുമുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഓരോരുത്തർ വന്ന് സ്പോട്ട് ഫില്ലായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് നടന്നു. അതാണ് മെയിൻലി നടന്നത്. അങ്ങനെ അവസാനം നമുക്കൊരു നല്ല വ്യൂ ഉള്ള ഒരു സ്പോട്ട് കിട്ടി. അത്യാവശ്യം തണലും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ടേബിളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ കാണുന്ന സ്റ്റൗവിൻ്റെ പരിപാടികളൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും വലിയ കൈ കടത്താൻ നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഈ മാനുവലൊക്കെ നോക്കി, അതായത് നമ്മൾ ഈ സാധനം വാങ്ങിച്ച് പൊട്ടിച്ച് പോലും നോക്കാണ്ടാണ് ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും മാനുവലൊക്കെ നോക്കി അതൊക്കെ സെറ്റാക്കി വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് കത്തിക്കാനുള്ള ലൈറ്റർ ഞങ്ങളുടെ കയ്യിലില്ലാന്ന്. കാരണം ഞാൻ വിചാരിച്ചു ഇത് ജസ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റൗ ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേണർ ഓൺ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
പക്ഷെ അതല്ലായിരുന്നു സംഭവം. അങ്ങനെ എന്നിട്ട് പിന്നെ അടുത്തുള്ള ഒരു ഫാമിലീനെ കണ്ട് അവരുടെ കയ്യിൽ എക്സ്ട്രാ ലൈറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ മാരകമായിട്ടുള്ള കുക്കിംഗ് ഒന്നല്ല കേട്ടോ. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പ്രിപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്യുന്നു, ഗ്രില്ല് ചെയ്യാനുള്ളത് ഗ്രില്ല് ചെയ്യുന്നു, ചൂടാക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾ കാണുന്നത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നതാണ്. നിങ്ങൾ കാണുമ്പോൾ എന്താ കുക്കറി ഷോ ആയിട്ടൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഈ പാത്രം എന്താ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ യൂസ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനും ഫിഷ് ഗ്രില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാനും ഒരു രസമല്ലേ ഈ പാത്രം. അപ്പോൾ അതിൻ്റെ ഷോ ഓഫാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കൻ മീൻസ് ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, പിന്നെ അത്രയ്ക്കും അങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഇതിൽ വെച്ച് ഗ്രില്ല് ചെയ്യാനും സുഖമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി പിസ്സ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തത്, പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിരുന്നു, ഹോട്ട് ഡോഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു. പിന്നെ നമ്മൾ ജ്യൂസായിട്ട് വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തിയും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല സൺസെറ്റൊക്കെ കണ്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് തുടങ്ങി. അതായത് ഇപ്പോൾ കാനഡയിൽ ഈ ഇന്ത്യൻസ് കാരണം ഒരുപാട് കനേഡിയൻസ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് നമ്മുടെ ഇന്ത്യൻസ് വളരെയധികം കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതനുസരിച്ച് ഇതേമാതിരി നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലത്തെ സ്വഭാവമൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചീത്തപ്പേര് കൂടുന്നല്ലാണ്ട് ഒന്നും കുറയാൻ പോണില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ടതാണ് ഇപ്പോൾ. അതായത് നമ്മളിപ്പോൾ എവിടെ പോയാലും ഇങ്ങനത്തെ പബ്ലിക് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ വളരെ നീറ്റായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുമാതിരി തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെ പോയാലും കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട്. അപ്പോൾ കാനഡയിൽ നിന്ന് മാത്രമല്ല, പുറത്തിപ്പോൾ ഏത് യൂറോപ്യൻ രാജ്യങ്ങളായാലും എവിടെ പോയാലും ഇപ്പോൾ നമ്മളുടെ പേര് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചില ആൾക്കാർ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വേസ്റ്റ് ഡിസ്പോസൊക്കെ ചെയ്ത് ആ പ്ലേസ് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ നല്ല സൺസെറ്റ് ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പം ഞാൻ ഈ കൈ കാണുന്ന ഈ സംഭവമാണ് ഞങ്ങൾ എവിടെ പോയാലും കൊണ്ട് നടക്കുന്ന ഒരു യന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, നമ്മളുടെ ഇഷ്ടത്തിന് പോവാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞു ഇവിടെ മോസ്റ്റ്ലി ഉള്ളത് ഈ ബൈസനാണ്. അപ്പോൾ അതിനെയും കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അത്ര വലിയ വീഡിയോ ഒന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം, അതിൽ സോ താങ്ക്ഫുൾ. പക്ഷേ അതിൽ മെജോറിറ്റി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. എനിക്കതൊരു മോട്ടിവേഷനും ആവും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ യു ഗൈസ് ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ് ഫ്രം AJ Vlogs. ബൈ.